ഗാനരചയിതാവും നോവലിസ്റ്റുമൊക്കെയായ നമ്മുടെ നാടിൻ്റെ അഭിമാനം റഫീഖ് അഹമ്മദ്, എത്രയോ ദീർഘവർഷങ്ങളുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും. ബാലാജി, പ്രിയപ്പെട്ട അരവിന്ദൻ പണിക്കർ, ശ്രുതി ഗുരുവായൂർ, രാംദാസ് കടവല്ലൂർ, വത്സൻ, പ്രേമൻ, ശിവൻ, മായമാഷ്, ഒരുവിധം എല്ലാവരും സദസ്സിലോട്ട് ടീച്ചറെപ്പോലെയും ഗിരീഷ് മാഷെപ്പോലെയും ആർട്ടിസ്റ്റ് കടവല്ലൂർ മോഹനെ പോലെയും VTV നാരായണ മാഷെപ്പോലെയൊക്കെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. വളരെ സന്തോഷം. ഈ കോവിഡിൻ്റെയൊക്കെ എല്ലാ ഭീതികളും ഒമിക്രോൺ ഭീഷണി വരെ നിലനിൽക്കുമ്പോഴും ഒരു പുസ്തകം വിശേഷിച്ച് കവിത പ്രകാശിപ്പിക്കുമ്പോഴും ഇത്രയേറെ ആളുകൾ വന്നു കൂടിയിരിക്കുന്നു എന്നത് കടവല്ലൂർ എന്ന പ്രദേശത്തിൻ്റെ ഉന്നതമായ സംസ്കാരത്തെയാണ്. ഞാനും റഫീഖൊക്കെ എത്രയോ പുസ്തക പ്രകാശനങ്ങൾ കണ്ടിട്ടാണ്. വളരെ ശുഷ്കമായ സദസ്സ്, വേദിയിലായിരിക്കും സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഇവിടെ വെച്ചാൽ പുസ്തകം പ്രകാശിക്കും. ഇത്രയേറെ ആളുകൾ കവിതയോടും ഇഷ്ടം, സംസ്കാരത്തോടും ഇഷ്ടം. ഒരു കാവ്യപുസ്തകം തുറക്കുമ്പോൾ അനേകം ആയുധങ്ങൾ അപ്രത്യക്ഷമാകും എന്നാണ് എൻ്റെ വിശ്വാസം. മനുഷ്യനെ കൊല്ലുകയും ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും. ഇതെന്റെ വരികളല്ല, ഒരു കവിതയാണ്. വയലാർ എഴുതിയ കവിതയാണ്. ആലപ്പുഴയിൽ ഒരു മതസ്ഥാനത്തിൻ്റെ ഒരാളോടുള്ള പണ്ട് നടന്ന കൊലപാതകത്തിന്റെ പക വീട്ടാൻ ഒരു കൊലപാതകം നടന്നതിന് തൊട്ട് പിറ്റേന്ന് ആ മതസംഘടനയുടെ ആളെ തൊട്ട് പിറ്റേന്ന് തന്നെ കൊന്നത് കണക്ക് തീർക്കുന്നതിൻ്റെ ഒരു ചരിത്രം കേരളത്തിൽ തുടങ്ങാൻ. അതങ്ങനെ തുടർന്നാൽ ആദ്യം മതസംഘടനയിൽപ്പെട്ടവരാകും, പിന്നെ മതത്തിൽപ്പെട്ടവരെ എണ്ണം കരച്ചാൽ മതി. 2 കൊല്ലപ്പെട്ട ആളുകളും കുറ്റകൃത്യം ചെയ്തവരല്ല, അവർ നിരപരാധികളാണ്. 2 സംഘടനയുടെ വക്താക്കളെ കുറച്ച് കഴിഞ്ഞാൽ ആളെ തകർക്കാൻ ഹിന്ദുവിൽ ഒരാളെ കൊന്നാൽ മുസ്ലിമിൽ ഒരാളെ കൊല്ലുക, അങ്ങനെ കൊന്നാൽ 3.5 കോടി മലയാളികളെ കൊല്ലാൻ കുറച്ച് ആയുധങ്ങളും കുറച്ച് ദിവസങ്ങളും മതി. അതിനെതിരെ നമുക്ക് ആകെയുള്ളത് ശിവൻ കടവല്ലൂരിനെ പോലെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന കവികൾ മാത്രമാണ്. ഇത് പറഞ്ഞാൽ ദിവസം അവസാനിച്ചു. ശിവനോട് എനിക്ക് പറയാനുള്ള കടപ്പാട്, ശിവൻ എന്ന തൊഴിലാളി സാധാരണ തൊഴിലാളി. കാരണം ഞാനും തൊഴിലാളി എന്ന് പറയുന്നതാണ്. ബാങ്കിലെ ജീവനക്കാരും തൊഴിലാളികളും വൈറ്റ് കോളർ തൊഴിലാളികൾ. എന്നാൽ പണിയെടുക്കുന്ന യഥാർത്ഥ തൊഴിലാളി, ആ തൊഴിലാളിയുടെ പ്രതിനിധിയാണ് ശിവൻ. പക്ഷെ ശിവൻ എഴുതുന്നത് ഒരു ലേഖന്റെ സാധാരണക്കാരുടെ കവിതയല്ല. ചാവേർ എന്നൊരു കവിത ആദ്യത്തെ കവിതയാണ്. ഒരു ഗൗളി കാല് വെച്ച് വീണത് ടെലിവിഷൻ സ്ക്രീനിലേക്കാണ്. സ്ക്രോൾ എഴുതി കാണിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ, താലിബാൻ എന്നിങ്ങനെ. ഗൗളിയുടെ വാല് ഗൗളിയോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ചാവേറാവാൻ ഇനി ഞാൻ തയ്യാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗൗളി ആരെങ്കിലും ആക്രമിച്ചാൽ ഗൗളിയുടെ വാല് മുറിച്ചു. ഗൗളി രക്ഷിക്കുന്നത് ഈ ചാവേറാണ്. ഇനി നിനക്ക് വേണ്ടി ചാവേറാവാൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ ഗൗളിയുടെ ചിലക്കൽ കേരളത്തിൽ ഇന്ന് അടുത്ത കാലത്ത് മലയാള കവിതയിൽ നിന്ന് കേട്ട ഏറ്റവും ആഴമേറിയ രാഷ്ട്രീയമാണ് ചാവേർ എന്ന കവിതയിൽ ഇതാണ് കവിതയുടെ രാഷ്ട്രീയം. വെറുതെ മുദ്രാവാക്യം എഴുതല്ല, മുദ്രാകാവ്യം എഴുതുകയാണ്. രണ്ടും വ്യത്യാസം. മുദ്രാവാക്യവും മുദ്രാകാവ്യവും. ഇതിനകത്ത് അനവധി മുദ്രകൾ ഒഴിപ്പിച്ചു വെച്ചു, അനവധി ധ്വനികളുണ്ട്. നേരത്തെ റഫീഖ് സൂചിപ്പിച്ചു, സരസ്വതി കണ്ഠാഭരണകാരൻ പറഞ്ഞത് വാക്യം രസാത്മകം കാവ്യമെന്നാണ്. ആ രസം ഭരതമുനി നിർദ്ദേശിച്ച രസമാണ്. നവരസങ്ങളുണ്ട്, അതിനപ്പുറത്തെ രസങ്ങളുണ്ട്. അതൊക്കെ 2 വരിയിലോ 1 വരിയിലോ ധരിപ്പിക്കാൻ സാധിക്കും. ഇതിൽ കടുക് എന്നൊരു കവിതയാണ്. കടുകിനെ കുറിച്ച് അറിയുന്നവർക്ക് കടുക് പോലെ നിസ്സാരമായ ഒരു ബിംബം, ഒരു പ്രതീകം എത്ര അർത്ഥപൂർണമായിട്ടാണ്. ഇതിൽ നിഴലുകളെ കുറിച്ചിട്ടുണ്ട്. നിഴലുകൾ പറയാൻ കാക്ക പോകുന്നവർക്കൊക്കെ കാക്കയുടെ നിഴലായ ഞാനും ആ നിഴലിൻ്റെ ഒരു ദുരന്തമാണ്. കാക്ക തിന്നുന്നതൊക്കെ ഞാൻ നിർത്തിക്കണം, കാക്ക കാണുന്നതൊക്കെ ഞാൻ കാണുന്നു. എനിക്ക് മേലിൽ കാക്കയുടെ നിഴലായി പ്രവർത്തിക്കാൻ വയ്യ.
ഒരു സംഘടിത നിഴലുകളുടെ സംഘടിത ഒരു രൂപം വരെ. അപ്പോൾ ഒരു നിഴൽ പറഞ്ഞാൽ മരത്തിന്റെ നിഴലാണ്. കാക്കയുടെ നിഴലിന് കാക്കയുടെ കൂടെ സഞ്ചരിക്കാം. മരത്തിന്റെ നിഴലായി എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, മരം അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനും സംഘടിക്കാൻ പോകും. അപ്പോൾ നിഴലുകൾ സംഘടിക്കുന്നു. നിഴലിൽ പറയുമ്പോൾ വെറുതെ നിഴലല്ല, നിഴലിൽ കൊണ്ടുപോയ മനുഷ്യർ സംഘടിക്കുന്നു അല്ലേ? ദളിതർ, ആദിവാസികൾ, ബഹിഷ്കൃതർ, തിരസ്കൃതർ, നിന്ദിതർ, നിരാശകർ, സ്ത്രീകൾ, അവരൊക്കെ നിഴലുകളാണ്. പുരുഷന്റെ നിഴലായിട്ട് മാത്രമാണ് സ്ത്രീ സമീപകാലങ്ങളെ സമൂഹത്തിലുള്ളത്. ഞാൻ സ്ത്രീകളുടെ പക്ഷത്തൊന്നും സംസാരിക്കില്ല, അനവധി തിരസ്കൃതരുടെ പക്ഷത്തു നിന്ന് ശിവൻ സംസാരിക്കും. മറ്റൊരു കവിതയിൽ കാഞ്ഞിരം എന്നൊരു കവിതയിൽ കാഞ്ഞിരത്തിന്റെ കൂടെ ഒരു മെഗഫോൺ വെച്ചിട്ടുണ്ട്. അതിൽ ദളിത് നേതാവ് പ്രസംഗിക്കാൻ ഞങ്ങളൊക്കെ അവഗണിക്കപ്പെട്ടവരാണ്. അപ്പോൾ കാഞ്ഞിരം വിചാരിക്കുന്നു, ഞാനും എന്നേക്കാൾ അവഗണിക്കപ്പെട്ട വല്ല വൃക്ഷമുണ്ടോ? സാധാരണ എല്ലാ മരങ്ങളുടെ പോലും പക്ഷികളൊക്കെ വരും. എൻ്റെ അടുത്ത് ആരും പക്ഷികളില്ല. ഈ കഴിക്കുന്ന പഴം ആർക്കും വേണ്ട. അങ്ങനെ കഴിക്കുന്ന പഴമുള്ളതിൻ്റെ പേരിൽ കാഞ്ഞിരം എന്ന ദളിത് വൃക്ഷമായി ഞാൻ ഈ ചരിത്രത്തിലുണ്ട്. ഇങ്ങനെയാണ് രാഷ്ട്രീയം പറയുന്നത്. ഇതൊരു പുതിയ രാഷ്ട്രീയ സമീപനമാണ്. ഇത് ഏറ്റവും പുതിയ കവിതകളുടെ പ്രഖ്യാപനമാണ്. ഇതിൽ ഒരുപാട് ആളുകളുണ്ട്. ഓട്ടുവിളക്കിനെ കുറിച്ചുള്ള ഇതിൽ ബിംബങ്ങളൊന്നും ജീവനുള്ള വസ്തുക്കൾക്കൊന്നുമല്ല. തുപ്പൽ കോളംബിയെ കുറിച്ച് പണ്ട് കൊടുങ്ങല്ലൂർ കൂട്ടുന്ന ഓട്ടുവിളക്ക് ഇതിന് കഥാപാത്രം. ഒരു പുളിമാവ് പറയാണ്. പുളിമാവിന്റെ മുകളിൽ കുറെ ഉറുമ്പുകൾ നീറുന്നുണ്ട്. പുളിയുറുമ്പ് കൂട്ട് കൂടിയിട്ടുണ്ട്. പുളിയുറുമ്പുകളോട് മാവ് പറഞ്ഞു, നിങ്ങൾ വേറെ സ്ഥലം നോക്കിക്കോളൂ, ഇവിടുത്തെ കാർമക ഏതാണ്ട് പണി തീരാനായിട്ട് കിടക്കുക, മരിച്ചാൽ ഒപ്പം ചാടേണ്ട സതി അനുഷ്ഠിക്കേണ്ട ആളാണ് ഞാൻ. സതി എന്നാണ് പുളിമാവ്. കാരണം മരിച്ചാൽ ആദ്യം ബലിയാവുന്നത് പുളിമാവാണ്. അതുകൊണ്ട് പുളിമാവ് ബലിയാവുന്നതിന് പറഞ്ഞു ഈ കുടുംബം ഒരു വേറെ സ്ഥലം നോക്കുക. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ സതി എന്നൊരു ബിംബം, സതി അനുഷ്ഠിക്കുക എന്നൊരു ബിംബം ഒരാൾ മരിച്ചാൽ ചേക്കമറകാവുന്ന മരത്തിന്റെ സതി അനുഷ്ഠാനമായിട്ട് ബന്ധിപ്പിക്കാൻ ഞങ്ങളൊക്കെ പ്രധാനമായിട്ട് കവിത കിട്ടും. ഞങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ എന്നാണ് ശിവനോട് തോന്നുന്ന. അപ്പൊ ഇതിൽ കവിതകൾ ഒരുപാട് പരിചയപ്പെട്ടില്ല. കവിതകൾ കൂടുതൽ പരിചയപ്പെട്ടിട്ടുള്ളത് നിർബന്ധമായി നിങ്ങൾ ശിവന്റെ പുസ്തകങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നിർബന്ധമായും ഒരാൾ 1, 2, 5, 10 കോപ്പി വാങ്ങി ഇത് കടവല്ലൂർ പഞ്ചായത്ത് മുഴുവനായിട്ടെങ്കിലും പ്രചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തർക്കുണ്ട്. നിങ്ങൾക്ക് ആ കവിതാ പുസ്തകം വാങ്ങിയാൽ എന്തെങ്കിലും നഷ്ടമുണ്ടാകുമെങ്കിൽ ഞാൻ ആലക്കോടാണ്, എന്നെ അവിടെ കണ്ടാൽ നഷ്ടപരിഹാരം ഞാൻ തന്നുകൊള്ളാം എന്ന് പറയാനുള്ള ധൈര്യം എടുക്കുന്നു. അത് ഒട്ടും എടുക്കേണ്ടതില്ല. ശിവനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ പുസ്തകം പ്രചരിപ്പിക്കുകയാണ്. അത് കടവല്ലൂർ പഞ്ചായത്ത് ഒതുക്കണ്ട, നമുക്ക് ബന്ധുക്കളെ പല സ്ഥലത്തില്ലേ. ഇങ്ങനൊരു കവി ഉണ്ടായിരുന്നു. ഒരു സാധാരണ തൊഴിലാളി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പണിയെടുത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ഇതാ ജീവിതത്തിന്റെ മഹാരാഷ്ട്രീയ സൗന്ദര്യ നാനാർത്ഥങ്ങൾ. നേരത്തെ റഫീഖ് പറഞ്ഞതുപോലെ 2 തരത്തിലുണ്ട്. താളാത്മകമായ കവിതയുണ്ട്, താളം നിർമ്മിച്ച നല്ല വൃത്തരഹിതമാണെങ്കിലും നല്ല ശയ്യാതനമുള്ള കവിതകളുണ്ട്. ഇത് നമ്മൾ നേരത്തെ റഫീഖ് ഭംഗിതരനെ സൂചിപ്പിച്ചു. കവിതയൊക്കെ വാസ്തവത്തിൽ ഏതെങ്കിലും ഉപരിപഥം സൃഷ്ടിച്ചതല്ല. കവിത സൃഷ്ടിച്ചത് ശിവനെ പോലുള്ള തൊഴിലാളികളാണ്. ശിവൻ അതിന്റെ ആമുഖത്തിൽ എഴുതുന്നുണ്ട്, എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് വന്നാൽ ഉറക്കെ വടക്കൻ പാട്ടുകൾ പാടിത്തരും. ആ വടക്കൻ പാട്ട് കേട്ട് വളർന്നതിലെ സംസ്കാരമാണ് കവിത എഴുതാൻ എനിക്ക് പ്രേരണയായിട്ടുണ്ടാവുക. അച്ഛൻ പക്ഷെ വലിയ വിദ്യാസമ്പന്നനായിട്ടൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് പാട്ടുകളാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ പാടത്ത് ആര്യങ്കാവ് പാടത്ത് ഞാറുകൾ കോച്ചെഴുത്തി ചക്കെഴുത്തി കാടെഴുത്തി നേരെഴുത്തൊക്കെ പാടുന്നത് കേട്ടിട്ടാണ് തച്ചോടിയൊക്കെ കുഞ്ഞമ്മളൊക്കെ പോയി പാട്ട് തരാൻ. അവർ പാടുന്നത് തച്ചോടി കുണ്ടൻകുട പറയുന്നത്. ആ കുടനടിയിൽ ഇങ്ങനെ പാട്ട് പാടുന്നത്. ഇപ്പൊ ഞാൻ വടക്കൻ മലബാറിൽ വടക്കൻപാട്ടിനെ കുറിച്ച് ഒരു പഠനം കേട്ട് പോയപ്പോൾ അവിടെ ആൾക്ക് പാടുന്നത് ഇങ്ങനെയാണ്, നല്ല താളത്തിലാണ്. MS ബാബുരാജ് ചിട്ടപ്പെടുത്തിയ താളത്തിലാണ്. ഗ്രീഷ്മാഷ്മക്ക് അറിയാമല്ലോ, തച്ചോടി സമതാളത്തിലാണ്. പക്ഷേ ചക്കരത്തിൽ കോച്ചെടുത്ത് നേരിട്ടൊക്കെ പാടുമ്പോൾ തച്ചോടെയല്ലോ കുഞ്ഞുദേവൻ ആചാരത്തോടെ അടക്കത്തോടെ നടുക്കിൽ ഒന്നുമില്ലാത്തത് ഒരു താളം വരെ. ഇതെങ്ങനെയാണ് വന്നത്? വെറുതെ ഞങ്ങൾ നിരീക്ഷപ്പെടും. അവർ ഞാറ് തലമുറയാണ് പാട്ട് പാടുന്നത്. കയ്യിലൊരു മുടി ഞാറാണ്. കുഞ്ഞൊന്ന്
അതുപോലെ കുഴിയെടുത്ത് തച്ചോയല്ലോ മേന കുഞ്ഞോദേന് ആചാരത്തോടെ പടക്കത്തോടെ ചിപ്പിടത്തു ഈ അമർത്തുന്ന സ്ഥലത്ത് താളം അറിയാതെ വെക്കുക. അല്ലാതെ അവർ താളം പെട്ടത് സംഗീതം പെട്ടൊന്നും പാട്ടുപാടില്ല. അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ പാട്ട് അവർ പാടുന്നത്. ഈ വഴിയിൽ ഞാൻ ചില അന്വേഷണങ്ങൾ ആ കാലത്ത് നടത്തി. 35 കൊല്ലം മുമ്പ് എൻ്റെ ഒരു പുസ്തകം നിളയുടെ തീരങ്ങളിലൂടെ എന്ന ആദ്യത്തെ പുസ്തകത്തിന്റെ രചനയുമായി നിളയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ യാത്ര ചെയ്യുന്ന കാലത്ത് തൃത്താലയിലെ പാക്കനാർ കോളനി എന്ന് പറയുന്ന ഈരാറ്റിങ്ങൽ കോളനി പറയ കോളനിയിൽ ചെന്നപ്പോൾ അവിടെ പനമ്പ് ഈ മുളച്ചുകൾ കൊണ്ട് പനമ്പറിയാലോ പരമ്പ് നിൽക്കുന്ന പെണ്ണുങ്ങൾ പാട്ട് പാടും. ആ പാട്ട് വളരെ അർത്ഥപൂർണമായ വരികളാണ്. ഇപ്പോഴൊക്കെ ഈ കുട്ടപ്പേട്ടനും കലാഭവൻ പണിയൊക്കെ പാടി നിങ്ങൾ കേട്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കേട്ടാൽ അത്ഭുതപ്പെട്ടു. അന്നാണ് ആദ്യമായിട്ട് ആ പാട്ട് കേട്ടത്, പാക്കനാർ പാട്ട്. തെന്താനേ താനാ തെന്താനം താനാ തെന്താനേ താനാ തെന്താനം താനാ രയ്യരയ്യം തകരയ്യരയ്യം തകരയ്യരയ്യരയ്യരയ്യം ആദിയിലല്ലോ നന്ദമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ ആദിയിലല്ലോ നന്ദമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ രയ്യരയ്യം തകരയ്യരയ്യം തകരയ്യരയ്യരയ്യരയ്യം ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ ചെന്നിരിക്കാൻ മണ്ണുമില്ല പറന്നു പറ്റാൻ മരങ്ങളില്ല ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല വാതിൽ തുറക്ക വേണം ആദിയോളം നൂറ് ചെന്നയ്യപ്പൻ താണുണ്ടയ്യപ്പൻ നൂറ് കണ്ടേ ആദിയോളം നൂറ് ചെന്നയ്യപ്പൻ നൂറ് ചെന്നയ്യപ്പൻ നൂറ് കണ്ടേ തെക്കന്നം കാറ്റടിച്ച് ഒരു തെങ്കാറ്റടിച്ച് വടക്കന്നം കാറ്റടിച്ച് ഒന്ന് വീശിയടിച്ച് പാതിമുട്ട വീണ്ടുപൊട്ടി മേലുലോകം കൂടിയല്ലോ പാതിമുട്ട വീണ്ടുപൊട്ടി കീഴുലോകം കൂടിയല്ലോ ദയ്യരയും തകരയ്യരയും തകരയ്യരയ്യരയ്യരയും തെന്താനേ താനാ തെന്താനം താനാ തെന്താനേ താനാ തെന്താനം താനാ. ഇത് പണിയെടുക്കുന്ന താളം. തെന്താനേ താനാ തെന്താനം താനാ തെന്താനേ. ഈ ചീള അങ്ങോട്ട് വെക്കുമ്പോൾ തെന്താന പറയും, ചീള കൊണ്ട് വെക്കുമ്പോൾ താനാ പറയും. പണിയുടെ പേര് കൂടിയാൽ തെന്താനേ താനാവും. ഒരു പാട്ട് കഴിയുമ്പോഴത്തെ ഒരു പനമ്പിന്റെ പണി പൂർത്തിയാകും. അപ്പൊ അധ്വാനിക്കുന്ന ജനവർഗം ഇതിന് ഏത് പാട്ട് നോക്കും? മരമോച്ച് കേൾക്കുമ്പോൾ ഏലസമാരി ഏലയ്യ ഒത്തുപിടിച്ചോ ഐലേസാന്നൊക്കെ പറയേണ്ട കാര്യം മിണ്ടാട്ടേക്ക് കേട്ടിക്കൂടെ. പക്ഷെ അവർ അതിൽ പാട്ടുണ്ടാക്കും. പാറമഴയിൽ പാറ പൊട്ടിക്കുന്നവരെ അവർ തെന്താനം പാടുന്നത് അങ്ങനെയല്ല. അത്തിനന്തം തിനന്താരേ അത്തിനന്തം തിനന്താരേ അങ്ങ് വടക്ക് പക്കം ഞാനൊരു പെണ്ണ് കണ്ടേ അത്തിനന്തം തിനന്താരേ പെണ്ണിന്റെ മോറ് കണ്ടാൽ ചെമ്പകപ്പൂ പോലെ അത്തിനന്തം. ഇതിലും സാഹിത്യമുണ്ട്. നമ്മൾ ഈ ഇംഗ്ലീഷ് ഭാഷ അറിയാലോ, കീർത്തനം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആദ്യത്തെ പഠിപ്പിക്കുമ്പോൾ എന്നൊരു സ്വരപ്രസ്ഥാനം പറഞ്ഞ് എന്ന് പഠിപ്പിക്കുന്ന പോലെയാണ്. ഇവര് വായിക്കാനും പറയും. അതിന് കൂടെ സാഹിത്യമുണ്ട്. ഈ സാഹിത്യം നമ്മൾ ശ്രദ്ധിച്ചില്ല. ചെന്നിരിക്കാൻ മണ്ണുമില്ല പറന്നു പറ്റാൻ മരങ്ങളില്ല ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല വാതിൽ തുറക്ക വേണം. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമി മലിനമായിരിക്കുന്നു. ഈ ഭൂമിയിൽ പക്ഷികൾക്ക് പോലും ചെന്നിരിക്കാൻ മണ്ണും മരങ്ങളും ഇല്ലാതായി. ഇത് ഒരു തൊഴിലാളിയുടെ ഉത്കണ്ഠയാണ്. ഇത് പനമ്പ് തരുന്ന തൊഴിലാളിയുടെ ഉത്കണ്ഠ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് പാടത്ത് കൊയ്യുന്നവരും മെതിക്കുന്നവരും തേടുന്നവരും നേരം പോയി എന്ന് തെറ്റുകൊണ്ടിട്ടുണ്ട്. സന്ധ്യയെ പറ്റി പറയാം. നേരം പോയി ഊക്കൈത മറപറ്റി. എന്ത് മനോഹരമായ കൽപ്പനയാണ്. സന്ധ്യയായി ഊക്കൈത പോലെ സന്ധ്യ സൂര്യബിംബത്തെയാണ് നേരെ പോയി ഊക്കൈതയുടെ മറവ് പറ്റി. അതിന്റെ അവസാനം പറയുന്നത് ഏനവിടെ ചെന്നെ പിന്നെ കെട്ടാപ്പുര കെട്ടിച്ച് ഏനവിടെ ചെന്നെ പിന്നെ വെട്ടാപ്പുറം വെട്ടിച്ച് അരത്തൊണ്ട് കണ്ണും തന്ന് കൊലാപ്പുര ചെയ്യണയോ. ഞാനാണ് കെട്ടാപ്പുര കെട്ടിച്ചത്, ഞാനാണ് വെട്ടാക്കുളം വെട്ടിച്ചത്, ഞാനാണ് കൃഷി ചെയ്തത്. പക്ഷെ എനിക്കെന്താണ് തന്നിട്ടുള്ളത്?
ഞാൻ കള്ളു കുടിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അരത്തൊണ്ട് കള്ളു തന്ന് എന്നെ ചൂഷണം ചെയ്ത് കൊല്ലാക്കൊല ചെയ്യുകയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും മാനിഫെസ്റ്റോവും വരുന്നതിന് മുമ്പ് ഈ തൊഴിലാളി പാടിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ഇപ്പൊ തൊഴിലാളികൾ തിരിച്ചറിയിട്ടുണ്ട്. ഞാൻ ഈ നമുക്ക് അവിടുത്തെ കുഞ്ചക്കോടിൽ നിന്ന് പണ്ട് കാലത്ത് കേട്ട ഒരു തേക്ക് പാട്ട്, ഈ ചക്രം ചവിട്ടുക എന്ന് കേട്ടോ. ചക്രം ചവിട്ടി ചക്രമ്പോ അയ്യമ്പോ എന്ന് പറഞ്ഞിങ്ങനെ ചവിട്ടുന്ന കൂട്ടത്തിൽ പാടിക്കേട്ടൊരു രണ്ടുപേരി കുറെ കാലമായിട്ട് അന്വേഷിച്ച് ബാക്കി എനിക്ക് കിട്ടിയിട്ടില്ല. അതൊരു മാപ്പിളപ്പാട്ടാണ്. കുഞ്ചപ്പാടം തേകി നടക്കാൻ പാടം പക്കെ പുഞ്ചിരി കൊണ്ടൊരു കൽവ് നടക്കാൻ സെക്കൻഡാണ്. എത്ര അർത്ഥവമായ ഒരു കുഞ്ചപ്പാടം തേകി നടക്കാൻ പാടുന്നതാണ്. പക്ഷെ പുഞ്ചിരി കൊണ്ട് ഒരു കൽവ് നനയ്ക്കാൻ സെക്കൻഡാണ്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി എന്ന് മഹാകവി അക്കിത്തം എഴുതുന്നതിന് എത്രയോ മുമ്പ് പുഞ്ചയ്ക്ക് തരുന്ന ഒരു കവി പറയണം. അതിന് മുമ്പ് കുഞ്ചപ്പാടം എന്ന മലയാള വാക്കുണ്ട്, ഖൽബ് എന്ന അറബി വാക്കുണ്ട്, സെക്കൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട്, സംസ്കൃത വാക്കുണ്ട്. രണ്ടു വരെയും 4 ഭാഷയാണ്. പക്ഷെ അതിനൊരു ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ്. സ്നേഹം ഒരു പുഞ്ചിരി കൊണ്ട് മനുഷ്യനെ സന്തോഷിക്കാൻ പറ്റും. ഇതൊരു തൊഴിലാളി പറയുകയാണ്. ഇതാണ് കവിതയുടെ ധർമ്മം. ശിവൻ കടവല്ലൂർ എന്ന ഈ കവി തൻ്റെ ഏകാന്ത നിശകളിൽ കഠിനാധ്വാനം ചെയ്ത് തളർന്ന് വീടിനെ ഒറ്റി കഴിയുന്ന രാത്രികളിൽ ഏതോ കുഞ്ചക്കോടിൽ കേട്ട അല്ലെങ്കിൽ അച്ഛൻ പാടി കേട്ട വടക്കൻ പാട്ടിലൊക്കെ എത്ര മനോഹരമായ കവിത എന്താ പറയുക? ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ, മാനത്തിൽ നിന്നാലും പൊട്ടി വീണോ, ഭൂമിയിൽ നിന്ന് തന്നെ മുളച്ചു വന്നു, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ, കുന്നത്ത് കൊമ്മയും പൂത്ത പോലെ, കുന്നത്ത് വെച്ച വിളക്ക് പോലെ. ഞാൻ ഏറ്റവും മനോഹരമായ കഥ കേൾക്കുമ്പോൾ നോക്കിയിട്ടുണ്ട്. കുന്നത്ത് വെച്ച വിളക്ക് പോലെ. ആ കാലത്ത് കുന്നത്ത് വിളക്ക് വെച്ചാൽ എല്ലാത്തിനും വെളിച്ചുണ്ടാകും. ഒരു മനുഷ്യന്റെ മഹത്വം എന്നത് കേവല സൗന്ദര്യമല്ല, കുന്നത്ത് വെച്ച വിളക്ക് പോലെയാണ്. എനിക്കൊരൊറ്റ ആശംസയെ ശിവനുള്ളൂ. ശിവൻ കടവല്ലൂരിൽ കുന്നത്ത് വെച്ച വിളക്ക് പോലെ ചെന്നൈയിടം ചെന്ന് ജയിക്കും. ഇപ്പൊ തുടങ്ങുമ്പോൾ ആശംസ ചെന്നൈയിടം ചെന്ന് ജയിക്കുമാറാകട്ടെ. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ഓരോരുത്തരില്ല. വളരെ ഇത് പാവപ്പെട്ട മനുഷ്യർ നമുക്ക് ഈ നവോത്ഥാനം സമ്മാനിച്ച, നേരത്തെ സൂചിപ്പിച്ചു, നവോത്ഥാനം സമ്മാനിച്ച പ്രധാനപ്പെട്ട കാര്യം നമ്മെ മനുഷ്യരാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവിൽ തന്നെ പല സഹസ്രം ജാതികളും ഒക്കെ ആയിരുന്നു. ഒരു കാലത്ത് നമ്മുടെ പാട്ടുകൾക്ക് ജാതികളിൽ പാട്ടാണ്. തുറത്തിപ്പാട്ട്, കുളുവപ്പാട്ട്, പുലയപ്പാട്ട്, മാപ്പിളപ്പാട്ട്, ബ്രാഹ്മണപ്പാട്ട്, ചെറുമപ്പാട്ട് എന്നൊക്കെയായിരുന്നു പാട്ടുകളുടെ പേര്. ഒരു നമ്പൂതിരി മാപ്പിളപ്പാട്ട് പാടില്ല, പഠിക്കുന്നില്ല. ഭാസ്കരൻ മാഷിന്റെ വേറെയാണ് വിചാരമെങ്കിൽ ആ പാട്ട് വന്നതിന് ശേഷമാണ് നാട്ടുകാർക്ക് മാപ്പിളപ്പാട്ട് പാടാൻ തുടങ്ങിയത്. അതുപോലെ നമ്പൂതിരിയുടെ മറ്റു ജാതിക്കാർ മാപ്പിളപ്പാട്ട് പാടില്ല, ഒരു നായർ കുടുവപ്പാട്ട് പാടില്ല, ഒരു ഈവൻ പുലയപ്പാട്ട് പാടില്ല, ഒരു പുലയൻ ചെറുമപ്പാട്ട് പാടില്ല. പാട്ടുകൾക്കൊക്കെ തൊട്ടുകൂടായ്മയും നീണ്ടുകൂടായ്മയുണ്ടായിരുന്നു. വലിയ കാലപ്പാടില്ല. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പരിവർത്തനങ്ങളാണ്, നവോത്ഥാനാനന്തര രാഷ്ട്രീയ പരിവർത്തനങ്ങൾ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. നവോത്ഥാനാനന്തര രാഷ്ട്രീയ പരിവർത്തനങ്ങളാണ് നമ്മെ ജാതിയല്ല, മതമല്ല, മനുഷ്യനാണ്. അക്കാലത്ത് ഒരു കാര്യം പ്രസക്തി ഇതൊക്കെ തമ്മിലുള്ള അടുത്ത കാലത്ത് എൻ്റെ പ്രൊഫഷണൽ സുഹൃത്തായ വീരാൻകുട്ടി, പുതിയ കവിയാണ്. വീരാൻകുട്ടി എഴുതിയൊരു കവിത, പരസ്പരം തുടരുതെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ. പരസ്പരം തുടരുതെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ വേരുകൾ കൊണ്ട് മണ്ണിനടിയിലൂടെ കെട്ടിപ്പുണരുന്നു. എന്നെ പ്രഫിക്കനെയും ശിവനെയൊക്കെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അകറ്റി നിർത്തിയാൽ ഞങ്ങളുടെ വേരുകൾ മണ്ണിനടിയിലൂടെ കെട്ടിപ്പുണർന്ന് നിൽക്കുന്നുണ്ട് എന്ന് കവികൾക്കറിയാം. നിങ്ങൾക്ക് പുറമേ വളരെ വെട്ടാൻ പറ്റും, പുറമേ ഉള്ള ശരീരങ്ങളെ വെട്ടാൻ പറ്റുള്ളൂ. ഈ വേരുകൾ വെട്ടിമാറ്റാൻ നിങ്ങൾ എത്ര ആയുധം കൊണ്ട് പരിശ്രമിച്ചാലും സാധിക്കുകയില്ല എന്ന് വെല്ലുവിളിച്ച് പറയുന്നത്. നമുക്ക് പിന്നേക്ക് പോയാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട്, ഈ നാടോടി പാട്ടുകളിലാണ് കിളിപ്പാട്ട് ഉണ്ടാക്കിയത്. പുറത്തെ വൃത്തത്തിൽ നിന്നാണ്. ആ വൃത്തമാണ് അതിന് 10 വർഷം മുമ്പ് പുറത്തിറങ്ങിയ മൊഹീദ്ദീൻ മാല എന്ന മുസ്ലിം വീടുകളിൽ സാധാരണ വായിച്ചിരുന്ന കൃതിയാണ് മൊഹീദ്ദീൻ മാല. ഹിന്ദു ഭവനങ്ങളിൽ അധ്യാത്മരാമായണം. വളരെ ചെറിയ ഉദാഹരണം വിശദമാക്കാൻ പറ്റുന്നു. മൊഹീദ്ദീൻ മാലയുടെ വരികളാണ്: ഓടും പുഴയോടും ഒഴുകുന്ന ആറോടും ഓരും അകന്നോടെ ഓരിച്ചു കൊണ്ടോ
കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ വിരൽ ചൂട്ടാക്കി നടന്നവരുണ്ട്. ആ വൃത്തമാണ് അത്. ആകെയാണ് വൃത്തം. അതേ വൃത്തമാണ് നാളെ പുലർകാലേ ചെല്ലുന്നതുണ്ട് ഞാൻ നായിക നേത്രനെ കൊണ്ടിന്ന് പോരുവാൻ. ഇത് അധ്യാത്മമാണ്. നമുക്കൂടെ ഇങ്ങനെ ചൊല്ലാം. നാളെ പുലർകാലേ ചെല്ലുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിന്ന് പോരുവാൻ. ഇങ്ങനെ പാടാൻ പാടില്ല എന്ന് ശഠിക്കാൻ ഒരു ശക്തിക്കും അധികാരമില്ല എന്ന് കവികൾ പറയും. അതാണ് കവികളുടെ പ്രതിരോധം. കവികൾ ആയതുകൊണ്ടാരായിട്ടാണ് നിങ്ങളുടെ ഈ സംസ്കൃതി ഒന്നാണ്. നിങ്ങൾ നോക്കൂ, മൊയ്‌കുട്ടി വീടുകളെ ചെങ്ങമ്പുഴയുടെ മലരണിക്കാടുകൾ തിങ്ങി തിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി അങ്ങനെ പാടിപ്പോയി. അങ്ങനെ പാടാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അധികാരമുള്ളത്? ഇത് നമ്മുടെ സംസ്കൃതിയാണ്. ഇവിടെ ഈ കേച്ചേരിയിൽ വേലൂരിൽ ഒരു അതിപ്രശസ്തനായ അർണോസ് പാതിരി വന്ന് പുത്തൻ പാരായണ ക്രിസ്തുമത വിശ്വാസികൾ വീടുകളിൽ പാരായണം ചെയ്യുന്ന പുത്തൻ പാരായണ എന്ന കാവ്യം എഴുതിയത് ജ്ഞാനപ്പാന, പൂന്താനം എഴുതിയ ജ്ഞാനപ്പാന വൃത്തത്തിലാണ്. ഇവിടെ ഷുജായി എന്ന കുളങ്ങര വീട്ടിൽ മൊയ്തു മുസ്ലിയാരുടെ സഫലമാലയും ജ്ഞാനപ്പാനയും ഒരേ പ്രമേയത്തെ രണ്ട് തരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കവികൾ ഇങ്ങനെയൊക്കെ ആഴത്തിലേക്ക് ചെറുന്നു നോക്കി ഇതൊക്കെ ഒന്നാണെന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത് പുറത്തുവൃത്തത്തെ കുറിച്ചാണ്. പുറത്തുവൃത്തം മാത്രം എടുത്ത് ഉദാഹരിച്ചാൽ ഈ ഐക്യം മനസ്സിലാവും. പുറത്തുവൃത്തത്തിൽ അതിപ്രശസ്തമായ പാട്ട് നമുക്കറിയാം. ശ്രീകുവനം നാടുതോറും നാടു നല്ല ദേശം കന്നിമുന്നം നാട്ടിലെ വന്നൊരു പുറത്തി വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരു ഭക്തനായ നൽകുറവൻ വീട്ടുകൊണ്ടവളെ ഏകചക്രനുള്ളൊരു ബാലനും പിറന്നു. അങ്ങൊരു നാളപ്പുറവൻ അപ്പുറത്തി തന്നെ ഭംഗിയിൽ തിരിച്ചതി ചേർത്തു നിർത്തി ചൊല്ലി. ഇതാണ് പുറത്തുവൃത്തത്തിന്റെ ഒരു മീറ്റർ. പല രീതിയിൽ ചൊല്ലാൻ. ഇതേ വൃത്തത്തിലാണ് അതിപ്രശസ്തമായ ഒരു പഴയ മക്കളപ്പാട്ട്. പുറത്തി ഞാനും ഒന്നു പെറ്റാൽ 10 പെറ്റമേ പത്തിമാവി 10 പെറ്റാൽ 1 പെറ്റമേ. ചിലങ്ങും ചിലന്നും കാൽപദത്തിൻ രോഷ ഓഷ കേട്ടി മാമടിയ പിന്തിരിഞ്ഞു നോക്കി. ഇവിടെ ഫസീല പാടിയത് അങ്ങനെയല്ല. ചിലങ്ങും ചിലന്നും കാൽപദത്തിൻ രോഷ ഓഷ കേട്ടി മാം അലിയ പിന്തിരിഞ്ഞു നോക്കി. അങ്ങനെ പാടി ഉണ്ടാവില്ല. 2 തരത്തിൽ പാടിയതുകൊണ്ട് 2 തരത്തിൽ കാണപ്പെടുന്നത് കൊണ്ട് രണ്ടാവില്ല അല്ലേ? ഒന്നാണ്. ഇതാണ് കവിത പ്രഖ്യാപിക്കുന്നത്. ഇതേ തരത്തിലുണ്ട്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നു. അതേ വൃത്തത്തിലാണ് ഒരു വിപ്ലവകാരൻ പോയിട്ട് എഴുതിയത്. പൊന്നരിവാളം പിടിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തന്നലിൽ വാടി നിൽക്കുന്നോളെ. അങ്ങനെയല്ല നമ്മൾ പാടിയത്. നമ്മളതിന്റെ ജാതീയമായ വൃത്തങ്ങളൊക്കെ മാറ്റി മനുഷ്യവൃത്തമാക്കി. പൊന്നരിവാളം പിടിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തന്നലിൽ വാടി നിൽക്കുന്നോളെ. അവിടെ നിർത്താം. അവിടെ വരെ പറയാൻ ഇത്തരം വേദികളിൽ എനിക്ക് അനുവാദവും അവകാശവും. തീർച്ചയായും കടവല്ലൂരിന്റെ പതിത സംസ്കൃതി. എനിക്ക് കടവല്ലൂർ എന്ന് കേട്ടാൽ കടവല്ലൂർ അരവിന്ദാക്ഷനാശാൻ എനിക്ക് ജ്യേഷ്ഠനെ പോലെ ആദരവുണ്ടായിട്ടാണ്. മദ്ദളത്തെ ലോകപ്രശസ്തമാക്കിയ ആചാര്യന്മാരിൽ 1ാം സ്ഥാനക്കാരനാണ് നമ്മുടെ സ്വന്തം കടവല്ലൂർക്കാരനായ കടവല്ലൂർ അരവിന്ദാക്ഷൻ. പിന്നെ കടവല്ലൂർ അരവിന്ദൻ പുസ്തകമാണ്. കടവല്ലൂർ താമിയാശാൻ എന്ന് പറയുന്നത് പ്രശസ്തനായ മദ്ദളത്തിനായ ആ കാലത്ത് ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ അഭിനന്ദിച്ച് താമിയാശാൻ മദ്ദളത്തിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ടായി. ഇപ്പോഴും ഗോപാലകൃഷ്ണൻ, കടവല്ലൂർ ഗോപാലകൃഷ്ണനുണ്ട്, മദ്ദളത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ കടവല്ലൂർ രാംദാസ് എൻ്റെ അനുജനെ പോലെ എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്താണ്. ലോക നിലവാരത്തിൽ പുരസ്കാരം കിട്ടിയ അദ്ദേഹത്തെ അഭിനന്ദിക്കാനുള്ള ഒരു അവസരമായി കൂടി ഞാനിങ്ങനെ ആ നിലയിൽ ലോകം അറിയപ്പെടാൻ പോകുന്ന, ലോക പ്രശസ്തനാകാൻ പോകുന്ന അടുത്ത കടവല്ലൂർക്കാരനാണ് ശിവൻ കടവല്ലൂർ എന്ന് മാത്രം പറഞ്ഞത്.
ഇനി ഇതിനെക്കുറിച്ച് പറയുന്നതിന് ഒരു അന്യായം അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ പുസ്തകം ഞാൻ ഹൃദയ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നു.